സ്നേഹമുള്ളവരെ, ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവിനോടുള്ള ജപം, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തിനിയ, പരിശുദ്ധാത്മാവിനുള്ള നവനാള്, പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനകൾ പല വിധത്തിലുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തി തൊട്ട് വെളിപാട് പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം 1971 കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ്റെ നേതൃത്വത്തിൽ 6 പിള്ളേർ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അയാളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന നീണ്ടു നിന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതാണ് ലോകം മുഴുവനും കത്തിപ്പടർന്ന ഒരു പന്തക്കുസ്തയ്ക്ക് കാരണമായത്. പന്തക്കുസ്തയ്ക്ക് കാരണമായതെന്ന പരിശുദ്ധാത്മാവെ നിറയണമെന്ന ആ സാറിൻ്റെ കൂടെ നിന്നുകൊണ്ട് കുട്ടികൾ പ്രാർത്ഥിച്ചപ്പോൾ അത് ലോകം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തിപ്പടർത്തുന്ന ഒരു ശുശ്രൂഷയായിട്ട് പരിശുദ്ധാത്മാവ് ഉയർത്തി. പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ പ്രാർത്ഥിക്കണം. എന്തിനാ? വിദേശത്ത് ജോലി കിട്ടാൻ വേണ്ടി. ചിലർ അമ്മമാർ വന്ന് അപ്പന്മാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, മക്കൾക്ക് PR കിട്ടാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. PR കിട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും അപ്പനും വിദേശത്ത് പോകാൻ. ഇന്നേ വരെ വിദേശത്ത് പോകുന്ന പിള്ളേർ പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി ഒരമ്മയോ ഒരപ്പനോ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് പിള്ളേരും പ്രാർത്ഥിച്ചിട്ടില്ല. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എത്ര കുടുംബത്തിലുണ്ടായിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടല്ലോ? ആര് ഭയമുണ്ട്, പേടിയുണ്ടെന്ന് വന്ന് പറയുന്നവർ, ഞാൻ പറയാറുണ്ട്, 3 പ്രാവശ്യം 2 നേരവും എന്ത് ചൊല്ലണം? പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയെ ചൊല്ലണം. കണ്ണിന് കാഴ്ച മങ്ങിയ വ്യക്തികൾ പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയെ ചൊല്ലട്ടെ, പരിശുദ്ധാത്മാവ് കടന്നു വരും. അല്ലെങ്കിൽ അതിലെപ്രകാരം വല്ല സാത്താനെ നിർവീര്യമാക്കിയ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, പാപത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, ബ്രഹ്മചാരിയുടെ മധ്യസ്ഥനായ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ. പൗരോഹിത്യത്തിലും സന്യാസത്തിലും ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന എങ്ങനെയാണ്? പരിശുദ്ധാത്മാവാണ്. കുടുംബജീവിതക്കാരെ എങ്ങനെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കുന്ന പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവന് ഒരു ബ്രഹ്മചാരികളായിട്ട് കുടുംബത്തിലോ സഭയിലോ ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തം ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളല്ലാതെ മറ്റു ബന്ധങ്ങൾ ചെയ്യുന്നവൻ വ്യഭിചാരിയാണ്, അവന് പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും നവനാളും. നമുക്ക് പന്തക്കുസ്തയ്ക്ക് മുമ്പ് 9 ദിവസക്കാലം പരിശുദ്ധാത്മാവിൻ്റെ നവനാൾ ചൊല്ലിയാണ് പന്തക്കുസ്തയ്ക്ക് വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 35-ാമത്തെ തിരുലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്ന പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അത് വിശ്വസിച്ച് എന്ത് ചെയ്തു? ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അന്ന് വരെ ലോകം കാണാത്ത ഒരു സംഭവമാണ് നടന്നത്. എന്താ? പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മ ഗർഭിണിയായി കാണപ്പെട്ടു. അത് നിങ്ങൾ അതിന് ശേഷം കേട്ടിട്ടില്ല, അതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കേട്ടിട്ടില്ല. പക്ഷേ പഴയ നിയമത്തിലെ സകല വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവനാ. വെള്ളത്തിൻ്റെ മേൽ പരിശുദ്ധാത്മ ചലിച്ചു. ഹല്ലേലൂയ. കർത്താവ് വചനം കൊണ്ട് പറഞ്ഞു ലോകം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ലോകം ഉണ്ടായി. വസ്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വസ്തുക്കളുണ്ടായി. ഇല്ലേ? ഉണ്ടായില്ലോ. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ആദത്തെ കർത്താവ് സൃഷ്ടിച്ചു. ഹല്ലേലൂയ, സൃഷ്ടിച്ചു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ്, എല്ലാ വസ്തുക്കളും പരിശുദ്ധാത്മാവ് കൂടിയാണ് ദൈവം ഉണ്ടാക്കിയത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പുതിയ നിയമത്തിൽ ശാരീരിക ബന്ധങ്ങൾ സ്ഥാപിക്കാതെ, മാതാപിതാക്കളുടെ ശാരീരിക ബന്ധങ്ങൾ സ്ഥാപിക്കാതെ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവളിൽ വചനം കൊടുത്തു, പരിശുദ്ധാത്മാവ് കൊടുത്തു. അതെന്തായി? പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം നടക്കുക. പഴയ നിയമത്തിൽ ആദത്തെ അവയെയും ദൈവം സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്, അല്ലേ? പക്ഷേ പുതിയ നിയമത്തിൽ പറയാം, പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധമ്മ നിറഞ്ഞപ്പോൾ എന്തായി മാറി?
യേശു ക്രിസ്തുവായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരെ നടക്കാത്തതും കഴിഞ്ഞ കാലങ്ങളിൽ നടക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ വചനത്തിന് ഒരു ശരീരത്തിൽ മാംസം ധരിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മയിലൂടെ ലോകം കാണുകയാണ്. പറയാൻ വേണ്ടി എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിലാണ് ഒരു ജന്മം നൽകേണ്ടത്. ആണായാലും പെണ്ണായാലും ജന്മം നൽകേണ്ട പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അല്ല ശാരീരിക സുഖങ്ങളിൽ നിന്നും കുടുംബത്തിൽ ജന്മം നടത്തിയാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ മക്കളാവില്ല. ക്രൈസ്തവ ജീവിതത്തിൽ മറ്റു മതങ്ങളെക്കാളും വ്യത്യസ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയിൽ വന്ന് നിറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആദ്യകാലത്ത് ധ്യാനം കൂടാനായിട്ട് ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എവിടെയാണെന്നറിയുമോ? എവിടെയാ? ഡിവൈന് വരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഭരണജ്ഞാനം വരുന്നതിന് മുമ്പ് ഒരു ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നു, കൊളത്തുവയൽ. കൊളത്തുവയലിൽ CP വർക്കിയച്ചൻ ഒരു രോഗിയായിരുന്നു. 80% രോഗവും 20% ശരീരവും. ആ മരണത്തിൻ്റെ അവസ്ഥയിൽ അത് പ്രസംഗിച്ചത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ മരിച്ചുപോയ തൃശ്ശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായ ജേക്കബ് തൂങ്കുഴി പിതാവ് പറഞ്ഞത്. ഈ കിടക്കുന്ന ശരീരത്തിൽ ഈ വ്യക്തി CP വർക്കിയച്ചൻ ഒരു വലിയ രോഗിയായിരുന്നു. അച്ഛനൊരു ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ മനുഷ്യൻ 80% രോഗവും 20% ശരീരമുണ്ടായിരുന്നു. പിന്നീട് എന്തുണ്ടായി? വർഷങ്ങൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഉപകരണമാക്കി മാറ്റിയത് ഈ CP വർക്കിയച്ചനിലൂടെയാണ്. ആദ്യകാലത്ത് സന്ദേശങ്ങൾ നേടുവാനും കേരളത്തിലെല്ലാ മിക്ക ധ്യാനഗുരുക്കന്മാരും കൈവച്ച് പ്രാർത്ഥിക്കാനും പോകുന്നൊരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കൊളത്തുവയൽ ധ്യാനം. ഞാനും പോയി 2 തവണ പുരോഹിതൻ്റെ കയ്യൊപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ അടുത്തിടയ്ക്ക് മൈക്കിൾ പണിച്ചിക്കലച്ചൻ്റെ ഒരു സംഭവം നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. സിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിക്കുന്ന സമയത്ത് അച്ഛനെക്കുറിച്ച് ഒരു കൗൺസിലർ പറഞ്ഞ പ്രകാരമാണ്. ആ കൗൺസിലർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ഒരു പ്രസംഗം പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരിയാണ്, ഇന്ന സ്ഥലത്ത് പറഞ്ഞ ഒരു പ്രസംഗമാണെന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഈ കൗൺസിലർ വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആ പ്രസംഗം അല്ല അച്ഛാ, ആ പ്രസംഗം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു യേശു ഏകരക്ഷകനാണെന്ന് അച്ഛൻ എവിടെയോ പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്, ആ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ്. കാരണം ഈ ഒരു സംവാദത്തിൽ ഈ സഭയെക്കുറിച്ച് പറയേണ്ട വ്യക്തി യേശു ഏകരക്ഷകനാണെന്ന് പറയാതെ ആ പ്രസംഗത്തിൽ അവിടെ സദസ്സിൽ പ്രസംഗിച്ചു. ഓഡിയൻസിലിരുന്ന ഈ വൈദികൻ, ഈ മൈക്കിൾ പഞ്ചകിലച്ചൻ ഓഡിയൻസിൽ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി കാണിച്ച് സ്റ്റേജിൽ കയറി പ്രസംഗിച്ചു, യേശു ഏകരക്ഷകനാണെന്ന്. പുരോഹിതരാകുന്ന എന്തിനാണെന്ന് വെച്ചാൽ യേശു ഏകരക്ഷകനാണെന്ന് പറയാനാണ്. എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയാനല്ല, എല്ലാ മതങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് യേശു ക്രിസ്തു എന്ന് പറയാനാണ്. കാരണം എന്താ? മനുഷ്യ മക്കൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു വ്യക്തി ഈ ലോകത്തിൽ ഇന്നവരില്ല, ഇനി ഉണ്ടാകുകയില്ല. നീ പരിശുദ്ധാത്മാവിനെ നിറയും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവളത് സ്വീകരിച്ചപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, അത് സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന കോലാഹലം എന്തായിരിക്കും? ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും? കുടുംബ കലഹങ്ങളുണ്ടാകും, ഇല്ലേ? ഉണ്ടാകില്ലേ? കല്ലെറിഞ്ഞു കൊല്ലും, വേശി എന്ന് പറയും, പാവി എന്ന് മുദ്ര കുത്തും. മഗ്ദലേന മറിയത്തെ കല്ലെറിഞ്ഞതുപോലെ യൂദന്മാരെ കല്ലെറിയാൻ കടന്നു വരും. പക്ഷെ അവൾക്ക് ഭയമില്ലായിരുന്നു. ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദൂതനാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് കൊണ്ട് ദൈവത്തിന് അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു. എങ്ങനെ അറിയുന്നത്? 10-12 വർഷക്കാലം പരിശുദ്ധ അമ്മ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ ബൈബിളാണ് പഠിച്ചത്. നമ്മുടെ പിള്ളേർ 10-12 വർഷക്കാലം പഠിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞ് ജോലിക്കും കിട്ടിക്കഴിയുമ്പോൾ അവർ ഒഴിവാക്കുന്ന വ്യക്തികൾ ആരാണെന്നറിയുമോ? ദൈവത്തെ ഒഴിവാക്കും, പിന്നീട് മാതാപിതാക്കന്മാരെ ഒഴിവാക്കും. അതാ സംഭവിക്കുന്നത്.
അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ മക്കളെ 10 കൽപ്പന പഠിപ്പിക്കുക. 10 കൽപ്പന പഠിപ്പിക്കുക. സഭയുടെ ദൈവ 10 പ്രമാണങ്ങളും 5 കൽപ്പനകളും വചനം പഠിപ്പിക്കുക. നിങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാം. ഇല്ലെങ്കിൽ എവിടെ പോയി ഉറങ്ങാമെന്ന് വെച്ചാൽ വൃദ്ധസദനിൽ പോയി ഉറങ്ങാം. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത് ഏതാണെന്ന് അറിയുമോ? വൃദ്ധസദന അല്ലേ ചെയ്യാ. ഇനി വെളിപാട് അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതത്തിൽ പറയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുന്നത് വരെ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു. പറഞ്ഞു എന്നാണോ? കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ സംഭവിക്കും. ഹല്ലേലൂയ. സംഭവിക്കും. ഞാനൊരു സഹോദരൻ ഇവിടെ വന്നു. സഹോദരൻ വലിയ കഷ്ടപ്പെട്ട വന്നത്. വീട്ടിലെ സഹനങ്ങളാണ്, ദുരന്തങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ ആളുകൾ ഓടി നടക്കുന്നത് ദുരന്തം മാറാൻ വേണ്ടി. കുടുംബത്തിലെ ദുരന്തം. മകൻ മുക്കുറ്റ കുടിയനാ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ സഹോദരനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, സഹോദര നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ ജാതകം എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞെട്ടി എഴുന്ന്, അച്ഛൻ ഇതെങ്ങനെ കണ്ടു എന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ആത്മാവ് നൽകിയ. അതേ, എൻ്റെ ഒരു കൂട്ടുകാരൻ ആരാണെന്ന് പറയുമോ? ഒരു പണിക്കനായിരുന്നു. കാശ് കൊടുക്കാതെ കിട്ടിയച്ചാ. കാശ് കൊടുക്കാതെ കിട്ടിയതുകൊണ്ട് വീട്ടിൽ 3 പിള്ളേരാണ്. ചേട്ടനും ചേച്ചി എല്ലാവരും എഴുതി തന്നേക്കാൻ പറഞ്ഞു. കാശ് കൊടുക്കണ്ടല്ലോ. കാശ് കൊടുക്കാത്തത് കൊണ്ട് എല്ലാവരുടെയും ഇത് എഴുതി ഈ ചേട്ടൻ ലോക്കറിൽ കയറ്റി വെച്ചിരിക്കുക. ലോക്കറിലിരിക്കുന്ന വസ്തു എന്താ? പിശാച. ലോക്കറിലിരിക്കുന്ന വസ്തു പിശാചാണ്. ആ പിശാചിനെ എങ്ങനെ പൂട്ടി കെട്ടി വെച്ചിരിക്കുക. സ്വർണവും നമ്മൾ ഡയമണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റും നോട്ട് കെട്ടുമാണല്ലോ പൂട്ടി വയ്ക്കുന്നത്. എന്തുകൊണ്ടാണെന്നാൽ അത് അതിവിശുദ്ധമായതുകൊണ്ടാണ്. പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന വസ്തു എന്താ? അതിവിശുദ്ധമാണെന്ന് കരുതിയിരിക്കുന്നത് 1-ാം പ്രമാണം ലംഘനമാണ്. ഞാൻ ചോദിച്ചു, ആ വസ്തു എവിടെ ഇരിപ്പുണ്ട്? വീട്ടിലിരിപ്പുണ്ട്. എങ്ങനെ കളയും? ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് എടുത്ത് കത്തിച്ചു കളയും. ആ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ നിങ്ങൾ വൈദികർ പഠിപ്പിക്കുക. ഇത് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ മനുഷ്യൻ പിന്നീട് അങ്ങ് തുറന്നു, മനസ്സങ്ങ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ മനുഷ്യൻ പറയാണ്, അച്ഛാ വൈദികരിത് പഠിപ്പിക്കാത്തത് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പിന്നീട് വെച്ചപ്പോൾ പറഞ്ഞു, മക്കൾ പല വിധത്തിലുള്ള ഈ അപകടങ്ങളിലേക്ക് പോയി. പരിശുദ്ധാത്മാവിനെതിരാ. ഒരു വ്യക്തി നമ്മുടെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരൻ മറ്റ് മതസ്ഥരാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തി ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മേടിക്കുകയാണോ? ആണോ? അല്ലല്ലോ. മേടിച്ച് കഴിഞ്ഞാൽ 1-ാം പ്രമാണം ലംഘനമാണോ? ഇനി 1-ാം പ്രമാണം ലംഘിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിസ്സാരമായിട്ട് പറയേണ്ടത്. എന്താണ് പറയുന്നത്? എല്ലാവരും പറയുന്നത് എന്താണ്? ഞാൻ കുമ്പസാരിച്ചാൽ പോവോ? പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരത്തിൻ്റെ മേൽ ക്ലെയിമാ. നിങ്ങൾ 2-ാമത്തെ പുസ്തകം, ജോബിൻ്റെ 2-ാമത്തെ പുസ്തകം എടുത്ത് വായിക്കി. ജോബിൻ്റെ ആദ്യത്തെ 2-ാമത്തെ പുസ്തകത്തിൽ അവനെതിരെ വരുന്നൊരു വ്യക്തി ആരാണെന്നറിയാമോ? പിശാച് വന്നു കഴിയുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഞാൻ ജീവിച്ചു എന്ന് പറയുന്ന അല്ലേ 2-ാമത്തെ പുസ്തകം. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരു ആൺകുട്ടി രൂപം കൊണ്ടു എന്ന് പറഞ്ഞ ദിവസം രാത്രി ശപിക്കപ്പെടട്ടെ. ആ ദിവസം അന്ധകാരവൃത്തമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. അതിന്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. എന്താ? ജോബിന്റെ നിരാശയാണ്. പിന്നീട് എന്താ നടക്കുന്നത് നോക്ക്. ജോബ് ശക്തി പ്രാപിച്ചു. പിന്നീട് 45-ാമത്തെ അത് വായിക്കുമ്പോൾ 10-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, ജോബിൻ്റെ സഹനങ്ങളിൽ അവൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പിശാച് കാലം എന്ന് വെച്ചാൽ ചിലപ്പോൾ മാനസ രോഗികളെന്ന് പറയാറുണ്ടല്ലേ, ഭ്രാന്ത് വരുന്നു. എന്താ ഭ്രാന്ത് വരുന്നത്? നമ്മളിവിടെ വന്ന 4-5 കുടുംബം മാനസിക രോഗം മാറിയിട്ടുണ്ട്. മാനസിക രോഗം വരുമല്ലോ, കാരണം അത് വിശ്വാസം നഷ്ടപ്പെട്ടാൽ മനുഷ്യനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. വിശ്വാസം കുറയുമ്പോൾ വരുന്ന ഇപ്പം ഡിമാൻഡുള്ളൊരു വസ്തു ഏതാണെന്ന് പറഞ്ഞാൽ പിശാച. ഡിമാൻഡുള്ളൊരു വസ്തു ആരാണ്? സാത്താനാണ്. അല്ലേ ഇരിക്ക? ഒരു വിവാഹ വർഷത്തിൽ ഒരു കുർബാന അർപ്പിക്കാനോ വിവാഹ വാഗ്ദാനം ഉടമ്പടി നടത്താൻ പോയാൽ എന്താണെന്ന് പറയുന്നതെന്ന് അറിയാമോ? ഒരു ടൈം ഫിക്സ് ചെയ്തേക്കാം. 10 മണിക്ക് കുർബാന തുടങ്ങിക്കൊള്ളണം,
11 തീർന്നിരിക്കണം. 11 തീരണം. കാരണം എന്താണെന്നറിയുമോ? 12 ഗായകർ വരും. ഇവിടെ നടത്തിയേക്കാളും വലിയ ഗാനം അവിടെ ആലപിക്കും. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വലിയ ഗാനമേളയാണ്. ഏറ്റവും വലുത് എന്താ വേണ്ടത്? സ്വർഗത്തിലേക്കുള്ള പ്രാർത്ഥനയാണോ? ആണോ? അതെ. ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? വിവാഹ ജീവിത ഉടമ്പടി ഒരു ചെറിയ ചടങ്ങാക്കി അത് എത്രയും മാക്സിമം കുറച്ചും ആഘോഷങ്ങൾ വലുതുമാക്കി മാറ്റുന്ന ഒരു സമുദായത്തിൻ്റെ മുമ്പിൽ, ഒരു കുടുംബത്തിൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വരുമോ? ദൈവം ഇറങ്ങി വരുമോ? ഇല്ലല്ലോ. ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം എന്താ? വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടിയായിരിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരും. അപ്പോസ്തലപ്രവർത്തനം 1:5. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും. പിതാവിന്റെ വാഗ്ദാനം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-16 അധ്യായത്തിൽ അവസാനത്തെ വാക്യം 26-ാമത്തെ വാക്യം, പിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അല്ലേ? ഞാൻ പിതാവിൻ്റെ അടുത്ത് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്നും. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട വ്യക്തി ഗീവറീസോണാണോ? സെബസ്ത്യാനോസ് ആണോ? യൂദാ തദ്ദെയോസ് ആണോ? ഈ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ ഉദരത്തിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരാണ്. ഒരു അതിഥി വന്ന് ആ അതിഥി നിങ്ങൾക്ക് കാണാൻ വരാണ്. നിങ്ങൾ കുറേ നേരം സംസാരിക്കാതെ ഇരിക്കുകയാണ്. അതിഥി എന്തു ചെയ്യും? എങ്ങോട്ട് പോവും? അവരുടെ വീട്ടിൽ പോവും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് എങ്ങോട്ട് ഇറങ്ങിപ്പോവും? കയറി പോവും. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആരോടാ? പിശാചിനോടാ. TV കണ്ടുകൊണ്ടിരിക്കുക. മൊബൈൽ 13-14 മണിക്കൂർ കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, അല്ലേ? ലാപ്ടോപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഒരു വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ്, മൊബൈല്, TV. പ്രാർത്ഥന എത്രയായിരിക്കും? ഒരു 10 മിനിറ്റ്. ആത്മാവ് പ്രവർത്തിക്കുമോ? ആത്മാവ് വേണമെങ്കിൽ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിതാവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാതെ ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ യേശുവിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. യേശുവിനെ കുറിച്ച് മനസ്സിലാകണേ പരിശുദ്ധാത്മാവ് വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഒരു വ്യത്യസ്തമായ ജീവിതത്തിന് മാതൃക കൊടുക്കുന്ന ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. വിശുദ്ധന്മാരെ നോക്ക്. നമുക്കറിയാം, പൗലോസ്, സാവൂള് എന്താ സഭയെ പീഡിപ്പിക്കാൻ പറഞ്ഞ, അവന് മനസ്സിലായി പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു വേറിട്ട വ്യക്തിയാണ്. എന്ത് ചെയ്തു? അവനെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി. ഞാൻ ഇനി സഭയെ പീഡിപ്പിക്കില്ല. ഞാൻ ഇനി എത്രമാത്രം സഭയെ പീഡിപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി തീക്ഷ്ണതയോടെ ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുണ്ടായി? വിജാതിയുടെ അപ്പോസ്തലനായിട്ട് പരിശുദ്ധാത്മാവിനെ പൗലോസ് നിയമിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, അപ്പോസ്തലപ്രവർത്തനം 1:8 പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദാ മുഴുവനിലും സമറിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികൾ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി വരുള്ളൂ. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് ജപം നൽകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ജപം എഴുതി കൊടുത്ത ഒരു വ്യക്തി ലോകത്തിലെ വലിയ സുവിശേഷ പ്രഘോഷണമായിട്ട് മാറി. കൈകൊണ്ട് പരിശുദ്ധാത്മാവിനെ പേപ്പറിൽ എഴുതി വീടുകൾ കയറി കൊടുത്ത ഒരു വ്യക്തി പാലക്കാട് രൂപതയിലെ ഒരു പുരോഹിതനാണ് സുവിശേഷ പ്രഘോഷണമായിട്ട് മാറി. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവനെ കർത്താവ് ഉയർത്തും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും, എനിക്ക് ചിലപ്പോൾ കണ്ണിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ ഞാൻ 3 നേരം ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനെ ചെല്ലും. അപ്പോൾ ഞാൻ കാണുന്നൊരു കാര്യം, കണ്ണിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കാണാറുണ്ട്.
നമ്മളിതാ കണ്ണിന് എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ വരുമ്പോൾ എവിടേക്ക് ഓടുന്നത്? ഡോക്ടറിൻ്റെ അടുത്തേക്ക് അല്ലേ? അതുകൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നവനാളെ ചൊല്ലണം പന്തക്കൊസ്തയ്ക്ക് മുമ്പ്. ഇനി കുട്ടികളെ നിലത്തെഴുത്തിന് കൊണ്ടുപോകുന്ന എന്നായിരിക്കും? ഒക്ടോബറിലായിരിക്കും. അല്ല, ക്രിസ്ത്യാനി കൊണ്ടുപോകേണ്ടത് പന്തക്കൊസ്ത ദിനത്തിലാണ്. കാരണം എന്താ? അതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ദിവസം. അല്ലേ ഞാൻ ആദ്യത്തെ ഇടവയിലായിരുന്ന ഒരു ചേട്ടൻ ഒക്ടോബർ മാസം ഇങ്ങനെ ഓടി നടക്കുക, എന്നെ വിളിക്കുക, എവിടെയാ? ഞാൻ ചോദിച്ചു എന്താ പശു? കൊച്ചിനെ നിലത്തെടുത്തിരുത്താനാ. കാര്യം മനസ്സിലായില്ലേ? അതെന്താ? അത് മറ്റൊരു മതസ്ഥൻ്റെ ഇരുത്തലാണ്. നമുക്ക് ഇരുത്തലെന്താണെന്ന് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്ത ദിനത്തിലാണ്. പന്തക്കുസ്ത ദിനത്തിലാണ് സഭ രൂപപ്പെട്ടത്. അപ്പസ്തോലന്മാർ ഇറങ്ങി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്ത ഭാഷക്കാർക്ക് അതാ താന്താങ്ങളുടെ ഭാഷയിൽ ആ പ്രസംഗം കേൾക്കാൻ പറ്റി. അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയാണ്. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, യോഹന്നാൻ അപ്പസ്തോലന്മാരെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ മേൽ തീനാവുകൾ ഇറങ്ങി വരുന്നത് സഭ കണ്ടു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. കാരണം ഉൽപ്പത്തി തുടങ്ങ് വെളിപാട് വരെ എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിന് അല്ലേ? ഇനി ഈ ധീരതയുടെ ആത്മാവെന്ന് പറഞ്ഞ ഒരു ആത്മാവുണ്ട്. ആത്മബലത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന ഒരു ആത്മാവുണ്ട്. ക്രിസ്ത്യാനി ഇന്ന് പിടിച്ചു വെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവന് ധീരതയുടെ ആത്മാവില്ല, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവില്ല, ആത്മബലത്തിൻ്റെ ആത്മാവില്ല. ഇതെല്ലാം കിട്ടുന്നത് എവിടെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അല്ലേ? പഴയ കാലത്ത് നമ്മൾ ഈ ആയുർവേദ ആസ്പത്രിയിൽ പോയാൽ എന്താണെന്നറിയുമോ? എല്ലാവർക്കും കൊടുക്കുന്നത് ഒരേ കഷായത്തിലിടുന്ന പൊടി മാത്രമേ വ്യത്യാസമുള്ളൂ. വീട്ടിലെന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ ഞങ്ങൾ 6 മക്കളുണ്ടാവും. 6 മക്കളുണ്ട്. അന്ന് അലോപ്പതി ഹോസ്പിറ്റലിൽ ഡോക്ടർമാരൊന്നും ഇല്ലാത്ത വില. അല്ലേ? അന്ന് ഹോസ്പിറ്റലിൽ ഹയറായിട്ടുള്ള. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അമ്മയും അപ്പനെ ഞങ്ങളെ കൊണ്ടുപോയി ആയുർവേദ ആസ്പത്രിയിൽ ചെയ്യും. ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് തൊട്ട് മുമ്പ് പോയ എല്ലാവർക്കും ഇതേ പാത്രത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്നത്. എനിക്കും ഇതേ തന്നെയല്ല. ഞാൻ പോന്നാലും എല്ലാവർക്കും കൊടുക്കുന്നത് ഇതേ വസ്തു തന്നെയാണ്. പക്ഷെ അതിൽ മേമ്പൊടിയോ അല്ലെങ്കിൽ പൊടിയോ മാത്രമല്ല, അല്ലെങ്കിൽ ഗുളിക മാത്രമേ പറ്റുള്ളൂ. അല്ലേ? പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വ്യത്യസ്ത കൃപകളും വരങ്ങളും നൽകാൻ പറ്റുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യോഹന്നാന് ഈശോയുടെ വലിയ സ്നേഹമായിരുന്നു. യോഹന്നാൻ എന്ത് ചെയ്തു എന്ന് പറയുമോ? അവൻ എന്ത് ചെയ്തു? രഹസ്യം ചോർത്തി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നെഞ്ചോട് ചേർന്ന് കിടന്നു. അതുകൊണ്ട് നെഞ്ചിൽ നിന്ന് കിട്ടിയ രഹസ്യമാണ്. ആ നെഞ്ചിൽ നിന്നാണ് എന്തൊഴുകിയെന്ന് അറിയാമോ? തിരുരക്തം. യേശുവിൻ്റെ അമൂല്യ രക്തം ഒഴുകിയ തിരുഹൃദയത്തോട് ചേർന്ന് കിടന്നപ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ കിട്ടിയൊരു വ്യക്തിയാണ് അപ്പസ്തോല ഗണത്തിലെ യോഹന്നാൻ. ആ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷവും യോഹന്നാൻ്റെ ലേഖനം 1, 2, 3 ലേഖനവും വെളിപാട് പുസ്തകം എഴുതിയത് എങ്ങനെയാണെന്നറിയാമോ? നീറോ ചക്രവർത്തി എണ്ണ ചൂടാക്കി ഈ എണ്ണയിലേക്ക് യോഹന്നാനെ വലിച്ചെറിഞ്ഞു. ഒരു കരിക്കട്ടയായിട്ട് മാറി. ആ കരിക്കട്ടയായി മാറിയപ്പോൾ ആ കരിക്കട്ട പുറത്തെടുത്ത് കളഞ്ഞപ്പോൾ അത് ഈശോയുടെ രഹസ്യം സൂക്ഷിച്ചതുകൊണ്ട്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് കിടന്നതുകൊണ്ട് അത് ജീവനായിട്ട് മാറി. ആ ജീവനായിട്ട് പിന്നീട് ആ യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ പോയിരുന്ന് എഴുതിയൊരു പുസ്തകമാണ്, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞെഴുതിയൊരു പുസ്തകമാണ് വെളിപാട്. അതുകൊണ്ട് വെളിപാട് വായിക്കണമെങ്കിൽ, വെളിപാട് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. വിശുദ്ധന്മാർക്കെല്ലാം അപ്പസ്തോലന്മാർക്കുണ്ടായതെല്ലാം ആത്മബലമാണ്. അതുകൊണ്ടാണല്ലോ യേശു ഏക രക്ഷകനെന്ന് പറയാൻ നിൽക്കുന്ന സമയത്ത് ചഞ്ചലിക്കുന്നതും പേടിക്കുന്നതും ക്രൈസ്തവർ പോലും അല്ലെങ്കിൽ പറയേണ്ട അധികാരികൾ പോലും മാറ്റി പറയുന്നതിൻ്റെ കാരണം എന്താ? ആത്മബലം വേണം, ആത്മശക്തി വേണം, ആത്മധൈര്യം വേണം. ആ ധൈര്യത്തിൻ്റെയും ആത്മബലത്തിൻ്റെയും ആത്മശക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് മനസ്സിനേറ്റ ആഘാതങ്ങൾ, മനസ്സിനേറ്റ മുറിവുകൾ, മനസ്സിനേറ്റ വേദനകൾ താങ്ങാൻ പറ്റാത്ത ചുമടുമായിട്ട് നടക്കുമ്പോൾ അത് രോഗിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്ന് നിറയും.
നിറയുമ്പോൾ എന്തുണ്ട്? ആ മാനസിക രോഗത്തിൻ്റെ ആ ഡിപ്രഷൻ്റെ മേഖലയിൽ പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അല്ലേ? അതല്ലേ പറഞ്ഞു, നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായിലും ജെറുസലേമിലും സമരിയായിലും ലോകം മുഴുവനും, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും. പാലക്കാട് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ ലോകം മുഴുവൻ. പാലക്കാടിൻ്റെ ഒരു ഗ്രാമത്തിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ ക്രിസ്ത്യാനിക്ക് അറിയില്ല. പരിശുദ്ധാത്മാവിനെ ക്രിസ്ത്യാനിക്ക് അറിയില്ല. അതാണ് കാര്യം. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് പറയാണ്, പിശാചുമായിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടാൽ തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു യുദ്ധം ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ വിശുദ്ധ ഉടമ്പടി നഷ്ടപ്പെടുത്തരുത്. കുർബാന കണ്ട് മാത്രം ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ദൈവകൽപ്പനകളും ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും വിശുദ്ധ വചനവും മാംസവർജനവും നോമ്പും ഉപവാസവും എടുക്കണം. എന്നിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും.